ക്യുഡാണ് 2017 മോഡലാണ്. 2017 മോഡൽ 1 ലിറ്റർ ആണ്. LXi ആണ്. LXi ഓപ്ഷണലാണ്. 2020. അപ്പോൾ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് എർട്ടിക്കയാണ്, മാരുതി എർട്ടിക്ക. 2023 മോഡലാണ്. പക്ഷേ ഫാൻസി നമ്പർ ആണല്ലേ? ഫാൻസി നമ്പറാണ്. അതിന്റെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് 75 രൂപയ്ക്ക് കൊടുക്കാം. 2012 നിസാൻ സണ്ണിയാണ്. നല്ല വെറൈറ്റി കളറാണ്. ബ്ലാക്ക് അല്ല, ബ്ലാക്ക് കറസയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2020 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ OLX കാർസിലാണ്. നമ്മളോട് അഭിലാഷുണ്ട്. ഇന്ന് നമ്മുടെ റോജിൻ ബ്രോ ഇല്ല, നമ്മൾ അഭിലാഷുള്ള വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീണ്ടും ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ നല്ല ഹൈ ക്വാളിറ്റി കാറുകളാണ്. നല്ല ക്വാളിറ്റി കാറുകളൊക്കെ വാങ്ങണമെങ്കിൽ OLX സമീപിക്കുക. അത്യാവശ്യം എല്ലാ വണ്ടിയിലും ക്വാളിറ്റി കാർസാണ്. അത്യാവശ്യം നല്ല എല്ലാ സെഗ്മെന്റും ഉണ്ടല്ലേ? ലോ ബഡ്ജറ്റും ഉണ്ട്, മിഡിൽ സെഗ്മെന്റ്, എല്ലാത്തരം വണ്ടികളും. നമ്മുടെ ലോൺ 2012 മുതൽ 13 ശേഷം ചെയ്യാം. ഓക്കെ, വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലോ? 2000 വാറണ്ടി 2015 ശേഷം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ പറയാൻ തിരുവനന്തപുരം അമരവിള താന്നിമൂടാണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ പാറശാല പോകുന്ന വഴിക്ക് അമരവിള താന്നിമൂട്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ നേരെ വിടുക. അഭിലാഷ്, നമ്മുടെ ഫസ്റ്റ് വണ്ടി ഒരു ഓൾട്ടോ, ബഡ്ജറ്റ് ഓൾട്ടോ എന്ന് പറയല്ലേ? അതെ, ആവറേജ് ഒരു വണ്ടി. എഞ്ചിൻ സൈഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. ബോഡി ക്വാളിറ്റി കുറച്ച് മോശമാണ്. ചെറിയ മോശമായി. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2012 വണ്ടിയാണ്. 2012 സിംഗിൾ ഓണർ സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. അപ്പം സ്റ്റാൻഡേർഡ് ആണ്. AC പവർ സ്റ്റിയറിംഗ് ഇല്ല. ഓക്കെ, സ്റ്റാൻഡേർഡ് ആണ്. പക്ഷേ പെയിന്റിംഗ് ഇഷ്യൂ കുറച്ച് മോശമായി പോട്ടെ. പെയിന്റിംഗ് കുറച്ച് മോശമാണ്. പറഞ്ഞാൽ വണ്ടി ഇന്റീരിയർ കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? സീറ്റ് വർക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ബാറ്ററി ഉണ്ട്. പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. ഓക്കെ, ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ടയറൊക്കെ ഉണ്ട്, ഓടാൻ കണ്ടീഷൻ ആണ്. ഓടാൻ കണ്ടീഷൻ അല്ല. അതെ, ആവറേജ് ഒരു പെയിന്റിംഗ് ഇഷ്യൂ മാത്രം. അതെ, പെയിന്റിന്റെ ആ ഒരു ഇഷ്യൂസ് ഉണ്ട്. പെയിന്റ് ചെറിയ വൃത്തി കുറവുണ്ട് ആ ഒരു വരുന്നുള്ള ബോഡിയിൽ. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 75 രൂപയ്ക്ക് കൊടുക്കാം. 2012 70,000. അപ്പോൾ അഭിലാഷ്, അടുത്ത വണ്ടി കിഡാണ്. 2017 മോഡലാണ്. 16-17 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നീറ്റ് വണ്ടിയാണ്. കമ്പനി സർവീസ് ആണല്ലോ? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? വേറെ ആക്സിഡന്റ് കാര്യങ്ങൾ അങ്ങനെ വേറെ ഒന്നുമില്ല. ഓക്കെ, RXT വേരിയന്റ് ആണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടയർ കണ്ടീഷൻ വന്നിട്ട് ഒരു 67% ടയർ ഉണ്ട്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ വേറെ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AC വരുന്നു, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം എല്ലാം കമ്പനി എല്ലാം വരുന്നുണ്ട്. RXT ആണ് എല്ലാം വരുമല്ലോ. ഓക്കെ, അപ്പം സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി കമ്പനി സർവീസ് ആണ്. നീറ്റ് വണ്ടിയാണ്. അപ്പോൾ എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 220 കൊടുക്കാം. 220. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് ഫുൾ ചെയ്ത് കൊടുക്കാം. ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത് ക്യുഡാണ്. 2017 മോഡലാണ്. 2017 മോഡൽ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ്. RXT വേരിയന്റ് ആണ്. ഓക്കെ, മാനുവൽ പെട്രോൾ. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ വേറെ റീപ്ലേസ് കാര്യങ്ങളോ അങ്ങനെ വേറെ ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 77,000. കമ്പനി സർവീസ് ആണല്ലോ? കമ്പനി സർവീസ് എല്ലാം വരുന്ന വണ്ടി. കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ഗുഡാണ്. 67% ടയർ ഉണ്ട്. RXT വേരിയന്റ് ആണ്. ഓക്കെ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്കിത് 2.5 ബഡ്ജറ്റിന് കൊടുക്കാം. 2.5 കൊടുക്കാം. അതെ. ഓക്കെ, ഫിനാൻസിന് ഏകദേശം 2.5 വരെ ലോൺ പ്രതീക്ഷിക്കാം. വേറെ പ്രശ്നങ്ങളല്ല, അങ്ങനത്തെ വേറെ വിഷയങ്ങളോ കാര്യം അങ്ങനെ ഒന്നും കിട്ടിന് പൊതുവെ മൈലേജ് 18 റേഞ്ച് മൈലേജ് മുന്നോട്ട് വരും, കിട്ടുമല്ലോ. അടുത്ത വണ്ടി വോക്സ്വാഗൺ പോളോ 2013 മോഡലാണ്. സെക്കൻഡ് ഓണർ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്ററോ 30,000 കിലോമീറ്റർ. ട്രിവാൻഡ്രം വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ വേറെ ഒന്നുമില്ല. കമ്പനി സർവീസ് ആണ്. അതെ. കംഫർട്ട് ലൈൻ ആണ്. അതെ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതെ. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതെ. അലൈസ് അല്ല, വീൽ കപ്പാണല്ലേ? അലൈസ് വരുന്നില്ല. അലൈസ് ഇല്ല. ടയർ കാര്യങ്ങളെല്ലാം പുത്തൻ ടയർ അല്ലേ? ടയർ കപ്പുണ്ട്. ഓക്കെ, ക്ലീൻ വണ്ടിയാണ്. കാരണം കിലോമീറ്റർ ലോ കിലോമീറ്റർ അല്ലേ? അപ്പോൾ എങ്ങനെ ഇതിന്റെ പ്രൈസ് വരും? നമുക്കിത് 3,35,000 രൂപ. 3,35. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസും 2.5 വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ അഭിലാഷ് ബ്രോ, അടുത്ത വണ്ടി ഹ്യുണ്ടായി ഐട്ടൺ ആണ്. 2009 മോഡൽ മാഗ്നയാണ്. 29 വരെ പേപ്പർ ഉണ്ട്. 2029 വരെ പേപ്പർ വരുന്നുണ്ട്.
AC പവർ ഷെയറിംഗ് 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. മാഗ്നയാണല്ലേ വേരിയന്റ്? ആ മാഗ്നയാണ്. ഓക്കെ. അപ്പോൾ കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ എത്ര കാണും? കിലോമീറ്റർ 98,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് 4th ആണ്. 4th ഓണർഷിപ്പ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? അങ്ങനത്തെ വേറെ അതൊന്നുമില്ല. വണ്ടി കൊള്ളാം, കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. മെക്കാനിക് സൈഡ് കാര്യങ്ങളെല്ലാം ഗുഡ്. സീറ്റെല്ലാം ചെയ്തിട്ടുണ്ട്. അത് 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്. പക്ഷേ വണ്ടി നല്ല വൃത്തിയുണ്ടല്ലേ? വൃത്തിയുണ്ട്. അതെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല 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 ഇല്ല. അപ്പം ഹ്യുണ്ടായി ആയിട്ട് മാഗ്ന വേരിയന്റ് 2029 പേപ്പറും വരുന്നുണ്ട്. നമുക്ക് പ്രൈസ് എങ്ങനെ വരുന്നത്? നമുക്ക് 1,38,000 രൂപയ്ക്ക് കൊടുക്കാം. 1,38,000. ഇത് ഷവർലെ സെയിൽ? ആ, ഷവർലെറ്റ് സെയിലാണ്. ഈ വണ്ടി 2013 മോഡലാണ്. ഓക്കെ. 2013 മോഡൽ, സിംഗിൾ ഓണർ, 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവലാണ്. ഓക്കെ. ഷവർലെ സെയിൽ. വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ വേറെ ഒന്നുമില്ല. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി വലിയ നീറ്റ് ആയിട്ടുണ്ടല്ലോ? ആ, വണ്ടി നീറ്റാണ്. ഡെന്റസ് ക്ലാച്ചസ് കാര്യങ്ങളൊന്നുമില്ല? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല? ഇല്ല, റീപ്ലേസ് അങ്ങനെ വേറെ ഒന്നുമില്ല. KL01 വണ്ടിയാണ്. ഇത് 50,000 കിലോമീറ്റർ ഒന്നുമല്ല. വണ്ടി എഞ്ചിനൊക്കെ ഒരു കുഴപ്പമില്ല, പക്കയായിരിക്കും. സൈഡ് എല്ലാം ഗുഡ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 1,65,000 രൂപ. 1,65,000. ഓക്കെ. ഫിനാൻസ് കയറാൻ സാധ്യതയില്ലല്ലോ? ഫിനാൻസ് കിട്ടൂല. വേണ്ടി നമ്മുടെ i10 ആണ്. i10 2013 മോഡലാണ്. 2013 മോഡൽ, സിംഗിൾ ഓണർ, 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 13 മോഡൽ, 13,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണോ? ആ, ജെനുവൻ കിലോമീറ്റർ ആണ്. ഓക്കെ. നീറ്റ് വണ്ടിയാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി? ട്രിവാൻഡ്രം വണ്ടി. ഓക്കെ. വണ്ടി വലിയ കുഴപ്പമില്ല. വണ്ടി നീറ്റ്, ബോഡിയൊക്കെ നീറ്റാണ്. ചെറിയ മൈനൂർ സ്ക്രാച്ചസ് അവിടെ കൊണ്ടുവന്നേ ഉള്ളൂ അല്ലേ? ചെറിയ വണ്ടി നീറ്റാ. ബോഡി പക്കയാണ്. ബമ്പർ ചെറിയ സ്ക്രാച്ച് എല്ലാം മെക്കാനിക് ഫാൾട്ടോ കാര്യങ്ങളോ അങ്ങനെ വേറെ ഒന്നുമില്ലല്ലോ. വേരിയന്റ് ഏറാണ് വരുന്നത്? വേരിയന്റ് ഏറാണ് വരുന്നത്. AC വരും, പവർ ഷെയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, സീറ്റ് ഒക്കെ ഉണ്ട്. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ നീറ്റ് ആയി കൊണ്ട് കേട്ടോ. AC വരുന്നുണ്ട്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ, ഏറാ വേരിയന്റ്. അപ്പോൾ 13,000 കിലോമീറ്റർ ഓടി വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ അതെങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1,95,000 രൂപയ്ക്ക് കൊടുക്കാം. 1,95,000. പക്ഷേ വണ്ടി പക്ക പുതിയ വണ്ടി നീറ്റാണ്. അപ്പം ലോണും കയറില്ല 13,000? ആ, കിട്ടും. 1,00,000 മേലെ കയറില്ല? ലോണിന് ഏകദേശം 1.5 വരെ പ്രതീക്ഷിക്കാം. അപ്പോൾ അഭിലാഷ്, നമ്മുടെ അടുത്തത് ഹ്യുണ്ടായി i20. ഹ്യുണ്ടായി i20 2016 മോഡലാണ്. 16 മോഡൽ മാഗ്ന വേരിയന്റ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി, 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്. സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് റീപ്ലേസോ ഒന്നുമില്ല. KL01 വണ്ടിയാണ്. ഫാൻസി നമ്പർ പോലെയാണ് കേട്ടോ. അതെ. ഓക്കെ. സ്ക്രാച്ചസിന്റെ കാര്യങ്ങളൊന്നുമില്ല? ഇല്ല. AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സ്റ്റിയറിംഗ് വോളിംഗ് കൺട്രോൾ, ടച്ച് സ്ക്രീൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പം i20 ആകുമ്പോൾ നമുക്ക് പെട്രോൾ മാനുവലാണ്. മൈലേജ് വന്നിട്ട് ഒരു 14-15. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്കിത് പ്രൈസ് വരുന്നത് 4,30,000 രൂപ. നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ലോണോ? ഫിനാൻസും കിട്ടും. ഫിനാൻസിന് ഏകദേശം 3.5. മാരുതി എക്സ്പ്രസ് ആണ്. 2020 മോഡൽ, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ ആണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 23,000 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ട്രിവാൻഡ്രം വണ്ടിയാണ്. VXI പ്ലസ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ്, സ്റ്റിയറിംഗ് വോളിംഗ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? നീറ്റ് വണ്ടിയാ. സാർ, ഒന്നും സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല? ഓട്ടോമാറ്റിക് ആണെങ്കിൽ മാനുവൽ മൈലേജ് വലിയ വ്യത്യാസം വരില്ല? ഓൾമോസ്റ്റ് ചെറിയ വ്യത്യാസങ്ങളെ വരും. ഓക്കെ. അപ്പം എങ്ങനെ അതിന്റെ പ്രൈസ് വരുന്നത്? നമുക്കിത് പ്രൈസ് വരുന്നത് 4,25,000 രൂപ. 4,25,000 ചെറിയ നെഗോഷ്യബിൾ ആണ്. ചെയ്തുതരാം. ഫിനാൻസ് അപ്പം എങ്ങനെ കയറും? ഫിനാൻസും കിട്ടും. ഏകദേശം 3.5 വരെ പ്രതീക്ഷിക്കാം. 3.5 പ്രൊഫൈൽ അനുസരിച്ച് ചെയ്യാം. സ്വിഫ്റ്റ്, മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. 2018 മോഡലാണ്. 2018 മോഡൽ, സിംഗിൾ ഓണർ, LXI വേരിയന്റ് ആണ്. LXI ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. ഓൾട്ടോ LXI ആണ്. LXI ഓപ്ഷണൽ ആണ്. 2022 മോഡലാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ആണ്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. സീറ്റ് ഫാബ്രിക് ആണ്. ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, 2 എയർ ബാഗ്,
ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. 10,000 തേയ്മാനം മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ, പുതിയ വണ്ടി എടുക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 3,45,000 രൂപയ്ക്ക് കൊടുക്കും. 3,45,000 കൊടുക്കും. പിന്നെ നെഗോഷ്യബിൾ ആണല്ലോ ചെറുതായിട്ട്? അത് കറക്റ്റ് നടക്കാനായിട്ട് പറഞ്ഞതാണ്. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? ഇത് ഫിനാൻസ് നമുക്ക് ഏകദേശം 3,25,000 വരെ പ്രതീക്ഷിക്കാം. ചെറിയ പൈസ കൊണ്ട് എടുക്കാം. ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത എർട്ടിഗയാണ്, മാരുതി എർട്ടിഗ 2023 മോഡലാണ്. പക്ഷേ ഫാൻസി നമ്പർ ആണല്ലേ? ഫാൻസി നമ്പർ. അതെ, 0202. ഓക്കെ. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2023 മോഡലാണ്. 2023 മോഡൽ, സിംഗിൾ ഓണർ, 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ZXi ആണ്. ZXi ആണല്ലേ? ZXi ഹൈബ്രിഡ് ആണല്ലേ? ഹൈബ്രിഡ് ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിനാണ്. കമ്പനി സർവീസ് ആണ്. ഓക്കെ. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ZXi ആണ് ടോപ്പ് എൻഡ്. റൂഫ് AC വരുന്നുണ്ട്. നീറ്റ് ആൻഡ് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC, ഇൻബിൽറ്റ് സ്റ്റീരിയോ, റിമോട്ട് കൺട്രോൾസ്, കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. അപ്പോൾ ZXi അത് ZXi പ്ലസ് ആണ് ടോപ്പ് എൻഡ്. പ്ലസ് ആണ് ടോപ്പ് എൻഡ്. അതിന്റെ തൊട്ട് താഴെ പ്ലസ് ഇല്ല എന്നുള്ളത് അലോയ്സ് വരുന്നുണ്ട് എല്ലാം. അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്കിത് 11,15,000 രൂപ. 11,15. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ലോ കിലോമീറ്റർ വേറെ 20,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ ലോൺ എങ്ങനെ വരും? ഫിനാൻസും കിട്ടും. ഫിനാൻസ് ഏകദേശം 10 ആ റേഞ്ച് വരെ കിട്ടും. 9.5 to 10 അതിനകത്ത് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി നിസാൻ സണ്ണി ആണ്. പക്ഷെ ഒരു വെറൈറ്റി കളർ അല്ലേ? അതെ. ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ അതെ. ഒരു കാപ്പിപ്പൊടി കളറാണ്. അതെ. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2015 ആണ്. 2015 സിംഗിൾ ഓണർ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ XL വേരിയന്റ് ആണ്. AC വരുന്നു, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സ്റ്റിയറിംഗ്, വോളിയം കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, സ്ക്രാച്ചിന്റെ കാര്യങ്ങളൊന്നുമില്ല. 70-80% ടയർ ഉണ്ടല്ലേ? ഉണ്ട്. പുത്തൻ ടയർ തന്നെ പറയാം. സണ്ണി സിംഗിൾ ഓണർഷിപ്പ്. സ്ക്രാച്ചസ്, മൈന്യൂട്ട് സ്ക്രാച്ചസ് അവിടെ മേജറായിട്ടൊന്നും കാണുന്നില്ല. ഡെന്റ് ഒന്നുമില്ല. ഇന്റീരിയലൊക്കെ സൂപ്പർ നീറ്റാണ്. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, സ്റ്റീറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ടല്ലേ? ബ്രോ, ഈ പെട്രോൾ ആകുമ്പോഴത്തേക്ക് സണ്ണിക്ക് എങ്ങനെ മൈലേജ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മൈലേജ് 15 പ്രതീക്ഷിക്കാം. അത്യാവശ്യം ഓടിക്കാൻ സൂപ്പർ ആയിരിക്കും അല്ലേ? സൂപ്പർ ഉണ്ട്. എങ്ങനെ അപ്പോൾ വില എങ്ങനെ? അത് നമുക്ക് 3,25,000 രൂപ. 3,25. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഏകദേശം 2.5-3 ഫിനാൻസ് കിട്ടും.